ഹായ്, എല്ലാവർക്കും ജോഗച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടും പഴം കൊണ്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നമുക്കിത് രാവിലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും കഴിക്കാം, അതുപോലെ തന്നെ ഈവനിങ്ങിന് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പും പഴവും കൊണ്ടുള്ള ഒരു പഴംപൂരി തന്നെയാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഞാനൊരു മിക്സിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണേ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലധികം മധുരമൊന്നുമില്ല, ചെറു മധുരമേ ഉള്ളൂ. അത് നന്നായിട്ട് അടിച്ചിട്ട് വന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനായിട്ട് ഒരു റോബസ്റ്റ പഴമാണ് എടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ആ മുട്ടയുടെ കൂട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 നുള്ള് ബേക്കിംഗ് സോഡയാണ്. പിന്നെ അതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇതിലെടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവിൽ വ്യത്യാസം വരും. ഇപ്പം നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെതും മുട്ടയുടെയും അളവിനനുസരിച്ച് ഗോതമ്പ് പൊടിയിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് ഗോതമ്പ് പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇളക്കി നോക്കിയിട്ട് വേണം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ്, ഈ പഴത്തിൻ്റെയും മുട്ടയുടെയും ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുഴയ്ക്കുന്നത്, വെള്ളം ചേർക്കുന്നതേ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണേ. അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയാണോ പഴത്തിൻ്റെയും മുട്ടയുടെയും ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിരുന്നാലും നമ്മൾ മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് 1 കപ്പ് എന്തായാലും വേണം, അതിനേക്കാളും കുറഞ്ഞു പോകരുത്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 15 മിനിറ്റിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഒരു ഉരുള എടുത്തതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. അതിനായിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടയൊന്നും കൗണ്ടർ ടോപ്പിലൊന്നും പിടിക്കാതെ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ അതേ കനത്തിലല്ല, കുറച്ചും കൂടെ കട്ടി കൂട്ടിയിട്ടാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഏത് ഷേപ്പിൽ ഉണ്ടാക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ പല ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അത് ഇഷ്ടമാകും. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വല്ല ഡപ്പകളുടെ അടപ്പ് വേണമെങ്കിലും എടുത്തിട്ട് വേണമെങ്കിലും ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാനിതിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാതും പരത്തിയെടുക്കാം. രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നും വേണ്ട ആവശ്യമില്ല. എന്നാൽ കറി കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ മധുരത്തിൻ്റെ കൂടെ നമ്മൾ എരിവ് കറി കൂട്ടി കഴിക്കില്ല, അതുപോലത്തെ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും അതിന്. അപ്പം അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കറി കൂട്ടിയോ കൂട്ടാതെയോ കഴിക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടുതൽ പഴം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാകുമ്പോഴത്തേനും നമുക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാം. ഇത് കണ്ട് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്, എല്ലാതും നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുകയും വേണം. അപ്പം നമുക്കൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും അതിൽ നിന്നും കോരി മാറ്റാം. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വേറെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ പോയി കാണുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ഇതും കൂടി ചെയ്തേക്കണേ. അപ്പം നമ്മുടെ എല്ലാ പൂരിയും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതൊന്ന് ഞാൻ തുറന്ന് കാണിക്കാം. കണ്ട ഉള്ളൊക്കെ നല്ല പൊള്ളയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.